നമസ്കാരം. എൻ്റെ പേര് നവ്യ. ഞാൻ അബ്സല്യൂട്ട് മൈൻഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. ഞാനിവിടെ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രവാസികളിൽ കാണപ്പെടുന്ന ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദം എന്ന അവസ്ഥയെ പറ്റിയാണ്. നമ്മൾക്ക് പരിചയമില്ലാത്ത ഒരു രാജ്യത്തിൻ്റെ ഭാഗമാകുക, അവിടെ തുടർച്ചയായിട്ട് ജോലി ചെയ്യുക, നാടും വീടും വിട്ട് തുടർച്ചയായി അവിടെ തന്നെ നിൽക്കുക. അപ്പം ഏകദേശം ഈ ഒരു അവസ്ഥ ഒരു 2-3 വർഷം തുടരുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സാധാരണയായിട്ട് ഇത്തരം പ്രവാസികളിൽ കാണുന്ന ഒരു അവസ്ഥയാണ് ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദം എന്ന് പറയുന്നത്. ഒരു ഘട്ടം കഴിയുമ്പോൾ അപ്പം ഒരു ഏകദേശം നമ്മൾക്ക് ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ആ അവസ്ഥയ്ക്ക് മുന്നേ നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മൾ ഇത്രയും കാലം ജോലി എടുത്തിട്ട് നമ്മൾ എന്താണ് നേടിയത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് സാധാരണയായിട്ട് ഈ ഒരു അവസ്ഥ നമുക്ക് വരാറുള്ളത്. നാട്ടിൽ ചിലപ്പോൾ വെൽ സെറ്റിൽഡ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം ആവശ്യത്തിന് പണം അല്ലെങ്കിൽ സ്വന്തമായി വീട്, കാറ്, മക്കളുടെ വിവാഹം, പഠനം ഇതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വേണ്ടി എന്താണ് നമ്മൾ നേടിയിട്ടുള്ളത് എന്നിട്ടുള്ള ആ ഒരു ചിന്ത ഈ ഒരു മനോവിഷമത്തിന് കാരണമാകാറുണ്ട്. ഒരാൾ ഒരു പ്രവാസിയാവുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്തോട്ട് ജോലിക്ക് പോകുന്ന സമയത്ത് അയാൾക്ക് അതുവരെ ഉണ്ടായിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ അയാളുടെ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഇതൊക്കെ അയാൾക്ക് ഭാഗികമായിട്ട് നഷ്ടപ്പെടുകയാണ് ചെയ്യാറ്. ചില ആളുകളിൽ കൾച്ചറൽ ഷോക്ക് എന്നുള്ളൊരു അവസ്ഥ കൂടി കാണിക്കാറുണ്ട്. അപ്പോൾ കൾച്ചറൽ ഷോക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു രാജ്യത്തിൻ്റെ ഭാഗമാകുമ്പോൾ അവരുടെ ജീവിതശൈലി, അവരുടെ ഭാഷ, പിന്നെ അവിടെ ഉണ്ടാകുന്ന അവിടെ നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടാകുന്ന ക്ലൈമറ്റ് ചേഞ്ചുകൾ ഇതൊക്കെ ഒരാൾക്ക് ഈ കൾച്ചറൽ ഷോക്ക് ഉണ്ടാക്കാൻ കാരണമാകാറുണ്ട്. ഇനി ഇതിനോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ, ഇതൊക്കെ ആയി പൊരുത്തപ്പെട്ട് വരുമ്പോൾ അല്ലെങ്കിൽ പൊരുത്തപ്പെടുന്നതിന് വേണ്ടി സമയമെടുക്കുമ്പോൾ നാട്ടിൽ നിന്നും നമുക്ക് ഇതുപോലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ചിലപ്പോൾ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ വീടുകളിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ ഇതൊക്കെ നമുക്ക് നമ്മളെ ഈ ഒരു അവസ്ഥയിലേക്ക് നയിക്കാറുണ്ട്. അപ്പം ചില ആളുകളിൽ ലൈംഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. റൊമാൻറ്റിക് റിലേഷൻഷിപ്പുകളിൽ കോട്ടം സംഭവിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി, സുഹൃത്തുക്കൾ ഇവരുടെ അടുത്തു നിന്നുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ട് നമുക്ക് കുറഞ്ഞു വരുന്നത് കാണാറുണ്ട്. അപ്പം അതൊക്കെയാണ് ഈ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഈ ഒരു വിഷാദത്തിന് കാരണമാകുന്നത്. അപ്പോൾ സാധാരണ എല്ലാ ഡിപ്രഷനിലും സാധാരണയായിട്ട് കണ്ടുവരുന്ന ഡിപ്രഷനിലുള്ള അതേ ലക്ഷണങ്ങൾ തന്നെയാണ് കാണിക്കാറ്. ഇപ്പം തുടർച്ചയായിട്ട് നീണ്ടു നിൽക്കുന്ന സങ്കടം, ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ, ആരോടും സംസാരിക്കാൻ തോന്നായിക, ഒറ്റപ്പെടുന്നത് പോലുള്ളൊരു ഫീലിംഗ്, ഇതൊക്കെയാണ് സാധാരണ ഇവരിൽ കാണാറുള്ളത്. പലപ്പോഴും ഇത്തരത്തിലുള്ള അവസ്ഥ പലരും തിരിച്ചറിയാതെ പോകാറുണ്ട്. അപ്പം ഈ ഒരു അവസ്ഥ വരുന്ന സമയത്ത് തെറ്റായ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതിനോട് കോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അതുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പം ചില ആളുകൾ വല്ലാണ്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് മദ്യപാനത്തിലൊക്കെ ഏർപ്പെട്ട് ആ ഒരു സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ആ ഒരു സമയത്ത് ഇല്ലാതെയാവും എന്നുള്ള തെറ്റായ ധാരണയിൽ ഇത്തരം മാർഗങ്ങളിലേക്കൊക്കെ പോവാറുണ്ട്. അപ്പം എന്താണ് നമ്മൾ ഇതിനു വേണ്ടി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവസ്ഥ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ കോപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാണ് നമ്മൾ തരണം ചെയ്യേണ്ടത്? അപ്പം അതിനെപ്പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. നിങ്ങൾ വിദേശത്താണ് അല്ലെങ്കിൽ നിങ്ങൾ പുറത്താണ് എന്നുള്ളത് നിങ്ങളുടെ ഫാമിലിയുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കുറയ്ക്കാനുള്ള കാരണമാവരുത്. അവരുമായിട്ട് നിരന്തരം കണക്റ്റ് ചെയ്യപ്പെടുക. അത് ഇമോഷണലി ആയാലും നിങ്ങളുടെ പ്രസൻസ് അവരെ അറിയിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അവിടെയുണ്ട്, നിങ്ങളൊരു കാശ് കൊടുക്കുന്ന യന്ത്രം മാത്രമല്ല എന്നുള്ളത് നിങ്ങൾ അവരെയും കൂടെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. കാശിന് ആവശ്യം വരുമ്പോൾ മാത്രം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുക, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുക എന്നുള്ള ആ ഒരു മനോഭാവം പ്രോത്സാഹിപ്പിക്കാതെ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള റോള്, അതായത് വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, വീട്ടിൽ ഫാമിലിയിൽ എന്താണ് നടക്കുന്നത്, കൂട്ടുകാർക്കിടയിൽ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ് അറിയാനുള്ള ആ ഒരു ഇനിഷ്യേഷൻ അല്ലെങ്കിൽ ആ ഒരു താല്പര്യം നിങ്ങൾ കാണിക്കേണ്ടതാണ്. ഇപ്പം നമ്മുടെ ഒരുപാട് നൂതനമായിട്ടുള്ള മാർഗങ്ങൾ അതിനുണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്ത് കാര്യങ്ങൾ അന്വേഷിക്കാം, ഫോൺ കോൾ ചെയ്ത് കാര്യങ്ങൾ അന്വേഷിക്കാം. അപ്പം നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നാട്ടിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരും. പിന്നെ സാധാരണയായിട്ട് പ്രവാസികൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്താറില്ല, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അവർ പ്രയോറിറ്റൈസ് ചെയ്യാറില്ല. അപ്പം
നമ്മൾ പറയാണ് നാട്ടിൽ ഭാര്യയും മക്കളും അമ്മയും അച്ഛനും അല്ലെങ്കിൽ ഫാമിലിയും ബന്ധുക്കളൊക്കെ ഉണ്ട്, അവരെന്നെ പോലെ അല്ലല്ലോ, അല്ലെങ്കിൽ എന്നെ പോലെ ആഘോഷിക്കുന്നില്ലല്ലോ. ഇപ്പം സ്വാഭാവികമായിട്ടും നമ്മളൊരു കൾച്ചർ മാറുമ്പോൾ അവിടെ നമ്മുടെ നാട്ടിനേക്കാളും കൂടുതൽ സൗകര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പം അവിടേക്ക് നമ്മൾ ആഘോഷിക്കാൻ പോകുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ എൻ്റെ ഭാര്യയും മക്കളും ഇതൊന്നും കഴിക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അതൊന്നും വേണ്ട എന്ന് വെക്കും. ഇതൊരു തെറ്റായ രീതിയാണ്. നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം ഭാര്യയോടും മക്കളോടും അല്ലെങ്കിൽ ഫാമിലിയോട് പറയുക, നിങ്ങളും ഇന്ന് ആഘോഷിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് പുതിയ ഭക്ഷണം കഴിച്ചോളൂ, ഞാനും ഇവിടെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് വേണ്ടി നമ്മുടെ കാര്യങ്ങൾ മാറ്റിവെക്കുകയോ ഒരു ത്യാഗം ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു അവസ്ഥയെ മറികടക്കാൻ കൃത്യമായിട്ടുള്ള ജീവിതശൈലി പിന്തുടരുക എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള ഉറക്കം, വ്യായാമം, മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. അപ്പം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ഇത്തരത്തിലുള്ള അവസ്ഥ നമ്മളെ കൊണ്ട് കോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, തരണം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം വിദേശത്ത് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവിടുത്തെ ഭാഷ നമുക്കതൊരു ബാരിയർ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ഓൺലൈനായിട്ട് ഒരുപാട് സെഷൻസ് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് ഒരുപാട് തെറാപ്പികളും കൗൺസിലിങ്ങും ഒക്കെ അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള അവസ്ഥ അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു കൗൺസിലിംഗ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഇതുപോലെയുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ വർഷങ്ങളുടെ കൗൺസിലിംഗ് മേഖലയിലെ പരിചയവും കേരളത്തിൽ തന്നെ ഒന്നാമതായും നിൽക്കുന്ന സൈക്കോളജിസ്റ്റുകളുടെ സേവനം അബ്സല്യൂട്ട് മൈൻഡ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ ഓഫ്ലൈൻ കൗൺസിലിംഗ് സെന്ററുകളിലെത്തി സൈക്കോളജിസ്റ്റുകളെ നേരിട്ട് ലഭ്യമാക്കുന്നതിനും ഓൺലൈൻ ബുക്കിങ്ങിനും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും കൂടാതെ സംശയങ്ങൾ പരിഹരിക്കാനും താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അബ്സല്യൂട്ട് മൈൻഡ്, എ കംപ്ലീറ്റ് കെയർ ഫോർ യുവർ മൈൻഡ്.